കൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ വന്ന് ആ ഒരു പുഷ് ആൾക്കാർ. അത് രണ്ട് രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ അതിൽ പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. ഇപ്പോൾ ഏറ്റവും ഞാനൊക്കെ എപ്പോഴും ഉടനെ പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ സമ്മതിക്കണം. കാരണം അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു സംഭവം ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർ വരെ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പറ്റി വെറിയിടാണ്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ സംസാരത്തിൽ വാങ്ങുന്നുണ്ടോ ഇല്ലെന്നല്ല, നമ്മൾ അവെയറാണ്. നാളെ ഒരു 10 രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു പൈസയെങ്കിലും ഈ സ്റ്റോക്കിലിട്ട് കഴിഞ്ഞാൽ നാളെ അത് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ലേ. അപ്പൊ ആ ഒരു അവയർനെസ് കൊണ്ടുവരുന്നത് ഭയങ്കര പ്ലസ്. അപ്പൊ ഞങ്ങളെപ്പോഴും പറയുന്നത് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ആൾക്കാർ, പണ്ടത്തെ മനുഷ്യരൊക്കെ പൈസ ഉണ്ടാക്കാൻ പഠിച്ചു, എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ചു, ഗ്രോ ചെയ്യാൻ പഠിച്ചു, വളർത്താൻ പഠിച്ചില്ല. നമ്മള് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസ വെച്ചിട്ട് നമുക്കത് ഗ്രോ ചെയ്യാന്നുള്ളത് അമ്മ ആൾക്കാർക്ക് ആ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ഞാൻ പണ്ട് തോന്നുന്നു കുറച്ച് അത് കറക്റ്റ് 100% അഷ്യൂർ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് പല വെസ്റ്റേഴ്സിന്റെ ഒക്കെ വീഡിയോസിൽ അവർ ഈ IT-ന്റെ ഒക്കെ ഈ എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് പറയുന്ന വീഡിയോസിലൊക്കെ അവർ പറയുന്നതാണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുക, പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അവരന്നേ പറയുന്നതാ. അപ്പൊ ആ സമയത്ത് നമുക്കത് എനിക്ക് തോന്നി അന്ന് അങ്ങനെ ഒരു ഡോക്മ പോലത്തെ സാധനം നമ്മളെ ഉള്ളിലുണ്ട്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് പൈസ ഇട്ടാ പൈസ പോകും. ആദ്യം തന്നെ കത്തുക മ്യൂച്വൽ ഫണ്ട്സിന്റെ ഗ്രോന്റെ ഒക്കെ തോന്നുന്നു ഒരു പരസ്യം ഉണ്ടല്ലോ, ലാഭനഷ്ട ഏത് പരസ്യത്തെ ആലോചിക്കുക, നമ്മളെ തലയിൽ കിടന്ന് കറങ്ങാം. ലാഭം നമ്മൾ കാണില്ല, നഷ്ടം ഇങ്ങനെ മറ്റേ മ്യൂട്ട് ചെയ്ത പോലത്തെ പരിപാടിയാണ്. മ്യൂച്വൽ ഫണ്ട് നഷ്ട സാധ്യതകൾക്ക് ഇതിന് എല്ലാവരും ഇതിനെ കുറിച്ച് അവയർ അല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ എവിടെയാണ്, ചെന്നൈയിലാണ് എൻ്റെ ഓർമ്മ. തമിഴ്നാട്ടിൽ ഒരു അബവ് 75 ഒക്കെ പ്രായമുള്ള ഒരാളാണ്, ഒരു കപ്പിളാണ്. അപ്പൊ ഇവര് ഇതേപോലെ അന്ധകാലത്ത് ഏതോ കുറച്ച് ഷെയർ, ഏതൊക്കെ ഷെയർ എന്ന് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, 2 കമ്പനി ഉണ്ട്, അത്യാവശ്യം ഹ്യൂജ് ക്വാണ്ടിറ്റി ഷെയർ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഏകദേശം ഡിവിഡൻഡ് ആയിട്ട് മാത്രം കൊല്ലത്തിൽ ഏതാണ്ട് 10 ലക്ഷം 12 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഡിവിഡൻഡ് മാത്രം അത്രയും എമൗണ്ട് കിട്ടുന്നുണ്ട്. അതെ, ഇതിന്റെ ആ ഒരു ലെവറേജ് നമ്മൾ ചിന്തിക്കാവുന്നതിന് അപ്പുറത്താണ്. നമ്മളത് ക്വാണ്ടിഫൈ ചെയ്ത് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. പക്ഷെ അത് ലോങ് ടൈം എന്നുള്ളത് വേറൊരു ചോദ്യമാണ്.